കുമാർ എന്തായാലും ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയതാണ്. CRPF-ന്റെയും പോലീസിന്റെയും ഒക്കെ പ്രതിരോധത്തെ അതിജീവിച്ചാണ് നിങ്ങൾ ഗാന്ധി സ്മൃതിയിലെത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നാളെ ഇത് തുടരുമെന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും ഇത് പുതിയ രൂപത്തിൽ അതീവ ശക്തമായിട്ട് തുടരും. ശ്രീ അരുൺകുമാറിന് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ, പ്രതിപക്ഷ പാർട്ടികൾ, അങ്ങനെ ഇന്ത്യയാകെ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. എന്തിനു വേണ്ടിയാണ് ജനജീവിതം പല നഗരങ്ങളിലും സ്തംഭിപ്പിച്ച് മെട്രോ അടച്ചുപൂട്ടി അതുപോലെ പാർലമെന്റിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതെ ഗവൺമെന്റ് ഇത്ര വാശിപൂർവ്വം പ്രവർത്തിക്കുന്നത്? അതിന് പകരം ഇപ്പൊ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി വിഷയം മാറ്റുകയാണ്. പ്രധാനമന്ത്രി എക്സ് പോസ്റ്റ് ചെയ്യാണോ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിനകത്തേക്ക് വരുന്നില്ല? ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് 20-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവരുടെ ഈഗോയാണ്. ഇവർക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇവർ തീരുമാനിച്ചത് നടപ്പാക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റ് തിരഞ്ഞെടുത്തവിടെ അനുമതി കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഗാന്ധി സ്മൃതിയിലേക്ക് വരികയായിരുന്നു. ആ ജനമുന്നേറ്റത്തിന്റെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരാളുടെ രാജി കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ലെങ്കിൽ പോലും അവസാനിപ്പിക്കണം. അല്ല ഇതിനകത്തൊരു ഒരു പ്രശ്നം ഈ ഡൽഹിയിലെ പോലീസിന് നേരത്തെ വിവരം കിട്ടിയാൽ അവരെന്തും ചെയ്യുമുള്ളതാണ്. അവർ MP-മാരാണെന്ന് നോക്കില്ല, സാധാരണക്കാരാണെന്ന് നോക്കില്ല, അവർ അടിച്ചമർത്താൻ ശ്രമിക്കും. അതുകൊണ്ട് അവരെയും അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ഒക്കെ അത്യാവശ്യം അറിയിക്കാതെ സമരം നടത്തുമ്പോൾ മാത്രമേ അത് വിജയകരമായിട്ട് നടത്താൻ കഴിയൂ. ആ ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ധാരണ അത്യാവശ്യം നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അതധികം പുറത്തുവിടാതിരുന്നത്. ഇന്ന് ഈ സമരം നോക്ക്, അവിടുന്ന് മൂവ് ചെയ്യാൻ പോലും വിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷം ഇതുവരെ കാണാത്തൊരു പുതിയ രീതി സ്വീകരിക്കുന്നു. സഭക്കകത്ത് വലിയ സമരം നടത്തി അവിടെ കുത്തിയിരുന്നുകൊണ്ടല്ല പ്രതിഷേധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല, അവിടെ നടത്താൻ കഴിയാത്തത് ഞങ്ങൾ പുറത്ത് നടത്തുമെന്ന പ്രഖ്യാപനമാണ്. ഇതിനർത്ഥം വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിന്റെ വെന്യൂ പറയാൻ പറ്റില്ല, രൂപം പറയാൻ പറ്റില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ അകത്തും പുറത്തും ഞങ്ങൾ നടത്തും. അവിടെ ചിലർ പറഞ്ഞു നിങ്ങളെ ശീതളിമയിൽ ഇരുന്നു കൊണ്ടാണല്ലോ നടത്തുന്നതെന്ന്. അത് അങ്ങനെയല്ല. അവിടെ പറയേണ്ടത് അവിടെ പറയാൻ നോക്കും. ഇവിടെ അതിശക്തമായ സമരം നടത്തും. താങ്ക് യു സന്തോഷ് കുമാർ. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധത്തിലേക്ക് മാറുന്നു. പ്രതിഷേധത്തിന്റെ രൂപം മാറുന്നു, പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നു എന്നാണ് ഇപ്പോൾ സന്തോഷ് കുമാർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്റലിയൻ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തി നോക്കൂ പിയാസുനിൽ, പോലീസ് സംവിധാനത്തെ, CRPF-നെ, ഇന്റലിയൻ സംവിധാനങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തിയാണ് അവർ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എവിടേക്ക് പോകാൻ നിശ്ചയിച്ചോ അവിടേക്ക് തന്നെ എത്തി. ഈ വിവരം നേരത്തെ ചോർന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ MP-മാർ പറയുന്നത്. നോക്കൂ, 2 ദിവസം മുൻപ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലായിരുന്നു സമരം നടന്നത്. ആ സമരം നടന്ന പ്രദേശത്ത് നിന്നും 50 മീറ്റർ അകലെയാണ് ഇന്നത്തെ ഗാന്ധി സ്മൃതി എന്ന് പറയുന്നത്. 30 ജാനുവരി മാർഗിലെ ബിർള ഹൗസ് സ്ഥിതി ചെയ്യുന്ന ഗാന്ധിജി വെടിയേറ്റ് വീണ ആ ഗാന്ധി സ്മൃതി